സന്ദീപ് വാര്യരുടെ പണികൾ ഏറ്റുതുടങ്ങി. വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു കോൺഗ്രസിൽ ചേർന്നു. മധുവിന്റെ മറുകണ്ഠം ചാടലും കൂടിയായപ്പോൾ തിരിച്ചടിയാകുമോ എന്ന് ബി.ജെ.പിക്ക് ആശങ്കയുമുണ്ട്. ഡി.സി.സി പ്രസിഡന്റ് എൻ.സി. അപ്പച്ചൻ, ടി. സിദ്ദിഖ് എം.എൽ.എ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കെ.പി. മധു കോൺഗ്രസിൽ അംഗത്വമെടുത്തത്. കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് എടുത്തതല്ലെന്നും ഏറെ നാളായി ഇത് സംബന്ധിച്ച് ആലോചനയിലായിരുന്നുവെന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ച ശേഷം മധു മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയായതുകൊണ്ട് ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ടുമാണ് കോൺഗ്രസിൽ ചേർന്നത് എന്നാണ് മധുവിന്റെ വാദം. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ മാറ്റത്തിന് പിന്നിൽ ഉണ്ടെന്നാണ് സൂചന. കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിനിടെ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മധുവിനെ ബി.ജെ.പി. മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മധു നേതൃത്വത്തോട് അകന്നതും ഒടുവിൽ പാർട്ടി വിട്ടതും. തന്നെ ബി.ജെ.പി. അകറ്റി നിർത്തിയതിലുള്ള അതൃപ്തി തന്നെയാണ് ഈ മാറ്റത്തിന്റെ കാരണമെന്ന് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. കൂടാതെ മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യരും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ ചേർന്നതു മുതൽ ബി.ജെ.പിയിലെ അസംതൃപ്തരെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു സന്ദീപ് വാര്യർ. ഇത് വ്യക്തമാക്കി ഒരു ഫേസ്ബുക്ക് കുറിപ്പും ഉണ്ടായിരുന്നു. ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലെത്തുന്ന ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്ന ഉറപ്പും ഇതിൽ നൽകിയിരുന്നു. ബി.ജെ.പിയുമായി അകന്ന മധുവുമായി നിരന്തരം ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ചേരുന്ന കാര്യം സന്ദീപ് ചർച്ച ചെയ്തിരുന്നു. സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടുവെന്നും ആലോചിച്ച് മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞതായും കെ.പി. മധു തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നതാണ്. ഇതിനിടയിലൊക്കെയും മധുവിനെ LDF-ൽ എത്തിക്കാനുള്ള നീക്കവും സജീവമായി നടക്കുന്നുണ്ടായിരുന്നു. ജയം പ്രതീക്ഷിച്ചിരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പരാജയപ്പെടുകയും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയുകയും ചെയ്തു. എന്നാൽ മറുവശത്ത് കോൺഗ്രസിനു വേണ്ടി മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭൂരിപക്ഷം കാര്യമായി ഉയർത്തുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപ് വാര്യരെ പാർട്ടിയിൽ നിന്ന് പടിയിറക്കിയതാണ് ബി.ജെ.പിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയതെന്ന് ബി.ജെ.പിക്കാർ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞിരുന്നു. സന്ദീപ് വാര്യർക്ക് തൊട്ടുപുറകെ മുതിർന്ന മറ്റൊരു ബി.ജെ.പി. നേതാവ് കോൺഗ്രസിലേക്ക് എത്തിയത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തകർക്ക് കൂടുതൽ ഉന്മേഷം ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഇത് ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം തന്നെ കൂടുതൽ ബി.ജെ.പി. നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചാടുമോ എന്ന് സംസ്ഥാന നേതൃത്വത്തിന് ഭയമുണ്ട്. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഏറെ ജനസ്വാധീനമുള്ള സന്ദീപ് വാര്യരെ പിണക്കി കോൺഗ്രസിൽ എത്തിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നാണ് പ്രവർത്തകരിൽ പലരും പറയുന്നത്. ഉന്നത നേതൃത്വം ഇടപെട്ട് പരസ്യ പ്രസ്താവനകൾ വിലക്കിയതിനാൽ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ പുറംലോകം അറിയുന്നില്ലെന്ന് മാത്രം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉൾപ്പെടെ ബി.ജെ.പിയുടെ പ്രകടനത്തെ ഇത് കാര്യമായി സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തുന്നത്.